നമസ്കാരം. ഇന്ന് വറുത്തരച്ച തിരണ്ടിക്കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് 1 കിലോ തിരണ്ടി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. 1 മുറി തേങ്ങ ചിരണ്ടിയത്, കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ചെറിയ ഉള്ളി, കൊടംപുളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി. ഇത് മൂന്നും കൂടി ഞാൻ ഒരുമിച്ച് എടുത്ത് വെച്ചാണ് പെട്ടെന്ന് തേങ്ങ ചുമന്ന് വരുമ്പോഴേക്കിന് ആഡ് ചെയ്യണം. അതുകൊണ്ടാണ് നേരത്തെ ഇതെല്ലാം റെഡിയാക്കി വെക്കുന്നത്. പാൻ ചൂടാക്കുക, അതിലേക്ക് ചിരണ്ടി വെച്ച തേങ്ങ ആഡ് ചെയ്യാം. കൂടാതെ എടുത്തു വെച്ച വെളുത്തുള്ളിയിൽ നിന്ന് ഒരു 3-4 അല്ലി അതിലേക്ക് ഇടുക. കറിവേപ്പില, ചുമന്ന ഉള്ളി അതും ഒരു 3-4 ഇട്ട് നല്ലപോലെ ചുമന്ന് വരുന്ന പോലെ വറുത്തെടുക്കണം. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, തീ കൂട്ടി വെക്കരുത്. ആദ്യം ഒന്ന് ചൂടായി കിട്ടുന്നത് വരെ മാത്രമേ തീ കൂട്ടാവുള്ളൂ. പിന്നെ തീ കുറച്ച് ഇച്ചിരി സമയമെടുത്ത് പതുക്കെ ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഈ ഒരു പരുവാകുമ്പോൾ അതിലേക്ക് നമ്മൾ പൊടികൾ ചേർക്കണം. പൊടികൾ ചേർക്കുമ്പോൾ തീ പൂർണ്ണമായും കുറച്ചിരിക്കണം, ഒട്ടും വേണ്ട. പറ്റുമെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇട്ടാലും മതി, ഇല്ലെങ്കിൽ പെട്ടെന്ന് പൊടികൾ കരിഞ്ഞു പോകും. എന്നിട്ട് ഇത് വാങ്ങി വയ്ക്കുക. തണുത്തതിന് ശേഷം നല്ലപോലെ ഫൈനായിട്ട് അരച്ചെടുക്കുക. അതിനുശേഷം ചട്ടി അടുപ്പത്ത് വയ്ക്കുക. ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. പ്രത്യേക ടേസ്റ്റാണ് ഈ തിരണ്ടിക്കറിക്ക്. ഇതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് തേങ്ങ വറക്കുന്നതാണ്. ഒരു കാരണവശാലും കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റ് എല്ലാം മാറിപ്പോവും. ഇത് നല്ലപോലെ മൂത്ത് വന്ന് കഴിയുമ്പോൾ നമ്മൾ അരച്ചു വെച്ച കൂട്ട് ഇതിലേക്ക് ചേർക്കണം. ഇതേപോലെ ഫൈനായിട്ട് അരയണം കേട്ടോ, തരി പാടില്ല. നല്ല പോലെ അരച്ചെടുക്കണം. എന്നിട്ട് അതിൽ ആ എണ്ണയിൽ ഒന്ന് വഴറ്റിയെടുക്കുക ഈ അരച്ചത്. അതിൻ്റെ കൂടെ തന്നെ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കൊടംപുള്ളി നേരത്തെ തന്നെ ഒരു ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പുളി പെട്ടെന്ന് ഇറങ്ങാൻ നല്ലതാണേ. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ചേർക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് തിളയ്ക്കാൻ വെക്കണം. തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ മീൻ ഇടാൻ പാടുള്ളൂ, തിരണ്ടി ഇടാൻ പാടുള്ളൂ. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ കുറച്ച് ഉലുവാപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഉലുവാപ്പൊടി ടേസ്റ്റ് കൂട്ടും. ഉലുവാപ്പൊടി ചേർത്തിട്ടുണ്ട്. ഉലുവാപ്പൊടി ഇല്ലാത്തവർക്ക് ആദ്യം ഇതെല്ലാം വഴറ്റുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഉലുവയിട്ട് പൊട്ടിച്ചതിന് ശേഷം ഉള്ളിയെല്ലാം ഇട്ടിട്ട് വഴറ്റിയാൽ മതി കേട്ടോ. സവാളയോ ചെറിയ ഉള്ളിയോ ഏതും ചൂസ് ചെയ്യുക. ചെറിയ ഉള്ളിയാകുമ്പോൾ ടേസ്റ്റ് കൂടും. ഇത് തിളച്ച് കഴിയുമ്പോൾ തിരണ്ടി മീൻ അതിലിടുക. എന്നിട്ടൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. അതിൽ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം മതി. ഇത് കുറച്ച് സമയം വെച്ചാൽ ആ വെള്ളം എല്ലാം വറ്റിക്കഴിഞ്ഞതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കണം. കറിവേപ്പില ഇട്ട് കഴിയുമ്പോൾ അവസാനം വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം, നിർബന്ധമില്ല. എണ്ണ തെളിഞ്ഞ് വരും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള തിരണ്ടിക്കറി റെഡി.